ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്കെതിരായ പരാമർശത്തിൽ എം.വി. ഗോവിന്ദനെ കടന്നാക്രമിച്ച് തലശ്ശേരി അതിരൂപത. എം.വി. ഗോവിന്ദന്റെ പ്രസ്താവന ഫാസിസ്റ്റുകളെ പോലെയാണെന്ന് പറയുന്നു. കന്യാസ്ത്രീ വിഷയത്തിൽ സഭ കേന്ദ്ര സർക്കാരിനോട് നന്ദി പറഞ്ഞത് നിലപാട് മാറ്റമല്ലെന്ന് അതിരൂപത. അവസരവാദം ആപ്തവാക്യമായി സ്വീകരിച്ച ആളാണ് പാർട്ടി സെക്രട്ടറിയെന്നും സ്വന്തം സ്വഭാവ വൈകല്യത്തെ മറ്റുള്ളവരെ വിലയിരുത്താനുള്ള അളവുകോലായി എം.വി. ഗോവിന്ദൻ ഉപയോഗിക്കരുതെന്നും തലശ്ശേരി അതിരൂപത വിമർശിക്കുന്നുണ്ട്. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയ ശേഷമാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടത് എന്നും അതിരൂപത ചോദിക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ശക്തമായി എതിർത്തിട്ടുണ്ടെന്ന് അതിരൂപത വ്യക്തമാക്കുകയും ചെയ്തു. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്രം ഇടപെട്ടതിന് നന്ദി അറിയിച്ച നിലപാടിൽ മാറ്റമില്ല. CPM സംസ്ഥാന സെക്രട്ടറിയുടെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ അപലപനീയമാണ്. നേരത്തെ DYFIയുടെ പ്രസ്താവനകളെ അതിരൂപത അവഗണിച്ചതാണ്. എന്നാൽ എം.വി. ഗോവിന്ദൻ ഇതിന് കുടപിടിക്കുന്നത് അപലപനീയമാണെന്നും അതിരൂപത കുറ്റപ്പെടുത്തി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ വിഷയത്തിലാണ് എം.വി. ഗോവിന്ദൻ പാംബ്ലാനിയുടെ നിലപാടിനെ വിമർശിച്ചത്. പാംബ്ലാനി അവസരവാദിയാണെന്നും ഇത്രയും ശക്തമായി അവസരവാദം പറയുന്ന മറ്റൊരാൾ ഇല്ലെന്നും എം.വി. ഗോവിന്ദൻ വിമർശിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാംബ്ലാനി BJPക്കെതിരെ പറഞ്ഞു. ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോയി. ഇടയ്ക്കിടയ്ക്ക് വരുന്ന മനമാറ്റം കൊണ്ട് ക്രിസ്ത്യാനിയോ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങൾ RSSന് വിധേയപ്പെട്ടുവെന്ന് എം.വി. ഗോവിന്ദൻ വിമർശിച്ചു. ഒന്ന് ജുഡീഷ്യറി, മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിലും BJP കള്ളവോട്ട് ചേർക്കൽ തുടങ്ങി. BJP ശക്തി കേന്ദ്രങ്ങളിലാണ് കള്ളവോട്ട് ചേർക്കുന്നത്. രാഹുൽ ഗാന്ധി നടത്തിയത് നല്ല പോരാട്ടമാണെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പാംബ്ലാനിക്കെതിരെ DYFIയും രംഗത്തെത്തിയിരുന്നു. ഹിറ്റ്ലറുടെ കടുത്ത അനുയായിയായിരുന്ന നിയോ, അയാളുടെ അവസ്ഥയാണ് ബിഷപ്പിനെ കാത്തിരിക്കുന്നതെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി VK സനോജ് വിമർശിച്ചത്. ചില പിതാക്കന്മാർ RSSന് കുഴലൂത്ത് നടത്തുകയാണെന്നും സനോജ് കുറ്റപ്പെടുത്തിയിരുന്നു. കേക്കുമായി RSS ശാഖയിലേക്ക് ചിലർ പോകുന്നു. തിരിച്ച് RSS ശാഖയിൽ നിന്നും കേക്കുമായി അരമനകളിലേക്ക് വരുന്നു. പരസ്പരം പരവതാനി വിരിക്കുന്നവരെന്നും VK സനോജ് വിമർശിച്ചിരുന്നു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞ് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി രംഗത്തെത്തിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെയും അമിത്ഷായുടെയും ഇടപെടലിനെ തുടർന്നാണ് ജാമ്യം ലഭിച്ചതെന്നും വൈകിയാണെങ്കിലും നീതി ലഭിച്ചെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ഗോവിന്ദന് തക്കതായിട്ടുള്ള മറുപടി നൽകിയാണ് തലശ്ശേരി അതിരൂപത ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനോട് തങ്ങൾ നന്ദി പറഞ്ഞതിലുള്ള ദേഷ്യമാണ് ഇത്തരത്തിൽ കാണിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ ഇടപെട്ടത്. അതുകൊണ്ടാണ് ബിഷപ്പ് പാംബ്ലാനി നന്ദി അറിയിച്ചത്. ഇതിനെതിരെയായിരുന്നു ഗോവിന്ദൻ സംസാരിച്ചത്.